നമസ്കാരം. രാധാകൃഷ്ണനാണേ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒരു ബിഗ് സല്യൂട്ട് കേരള പോലീസിനും. എൻ്റെ കാരണം, ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി പോലീസുകാരൻ തെറ്റ് ചെയ്തോ ഇല്ലയോ അത് അന്വേഷണത്തിൽ കൂടെ തെളിഞ്ഞു വരേണ്ടതാണ്. എന്തായാലും ആ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ മാറ്റി നിർത്തി അന്വേഷണം തുടങ്ങിയുകൊണ്ട് നമുക്ക് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കേരള പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് ബിഗ് സല്യൂട്ടാണ്. അവർ ചെയ്ത നല്ല കാര്യമാണ്. ഇങ്ങനെ തന്നെ വേണം ഒരു ഭരണാധികാരി. ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, പക്ഷേ ഭരണാധികാരികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ളതാണ് കേരള പോലീസിനെ. കേരള പോലീസിലെ ഞങ്ങൾ വിശ്വാസം വിചാരിക്കുന്നുള്ളൂ. കാര്യം ഞങ്ങളൊക്കെ സമാധാനമായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ അതിനൊരു പങ്ക് കേരള പോലീസാണ്. അപ്പോൾ ആ പോലീസ് ചാനൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഒരു ക്രിമി ഉണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കണം. അത് സത്യമാണോ എന്ന് പുറത്ത് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കേരള പോലീസിനും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നല്ല തീരുമാനം എടുത്തതിന് വളരെ നന്ദി. നമ്മുടെ ആഭ്യന്തരമന്ത്രി നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. പലിശക്കാരന്മാരെ ഒതുക്കി. ഇപ്പോൾ മയക്കുമരുന്ന് ഒതുക്കി. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും മയക്കുമരുന്ന് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നം കണ്ട കാര്യമല്ല. എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഇത് മയക്കുമരുന്നിൻ്റെ. ഇത്രയും മയക്കുമരുന്ന് ഈ കേരളത്തിലാണ്. അവർ കത്തിങ്ങനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു കിളി പോയി. എന്തൊരു മയക്കുമരുന്ന് ഇത്രയും കേരളത്തിൽ! ഇതെല്ലാം നമ്മുടെ യുവാക്കൾ വലിച്ചു കയറ്റുന്നതല്ലേ, നമ്മളെ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി സാധനങ്ങൾ. അപ്പോൾ നല്ല കാര്യമാണ്. ഇതുപോലെ തുടർന്ന് ഇനിയും നല്ല മിടുക്കനായ നമുക്ക് ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ കിട്ടിയത്. കൊള്ളാം. അദ്ദേഹം നന്നായി ചെയ്ത് ഇതുപോലുള്ള ദുഷ്ടന്മാരെയൊക്കെ തുരുങ്കിലടിച്ച് അവനെയൊക്കെ അകത്താക്കി നല്ല ശിക്ഷ കൊടുക്കണം അവരൊക്കെ. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഒരു അമ്മ ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. ബസ്സിൽ എറണാകുളത്ത് പോണ 8:30 പ്രിയദർശിനി സൗജന്യ ബസ് ഒരു കുഞ്ഞിനെ ഇറക്കി വിട്ടു. ആ കുഞ്ഞിന് 25 രൂപ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു ഭിക്ഷക്കാരൻ ചോദിച്ചാൽ പോലും 10 രൂപ കൊടുക്കുന്ന നാടാണ് നമ്മുടെ നാട്. ഈ നാട്ടിൽ ഇത്രയും അമ്മമാർ ആ ബസ്സിനകത്തുണ്ടായിരുന്നപ്പോൾ ആരെങ്കിലും ഒരാൾ ആ 10 രൂപ ആ കുഞ്ഞിന് കൊടുത്ത് അടുത്ത സ്റ്റോപ്പിലേക്ക് ഇറക്കാനുള്ള മനസാക്ഷി കാണിക്കാത്ത അമ്മമാരായിപ്പോയി. നിങ്ങളും കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മമാരില്ലേ അതിനകത്തുണ്ടായിരുന്നത്? ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഇറക്കി ഒരു ബസ്സിലെ കണ്ടക്ടർക്ക് ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല. എങ്ങനെ 10 പേർക്ക് കൊടുത്താൽ 100 രൂപ അയാൾക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾ ബസ്സിൽ 100 പേരിരിക്കുന്ന നിങ്ങൾക്ക് ഒരു 10 രൂപ കൊടുക്കാൻ പറ്റാതെ നിങ്ങൾക്ക് എന്ത് അമ്മമാരാണ്? നിങ്ങളും പ്രസവിച്ച അമ്മമാരല്ലേ, നൊന്ത് പ്രസവിച്ച് മക്കളെ വളർത്തുന്ന അമ്മമാരല്ലേ? അപ്പോൾ ഒരു 10 രൂപ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കൊടുത്ത് അതിനെ അടുത്ത സ്റ്റോപ്പിലേക്ക് ഇറക്കാനുള്ള മനസാക്ഷി നിങ്ങൾക്ക് ഇല്ലാതെ പോയില്ല. അത്രയ്ക്ക് മനുഷ്യത്വം എന്നിട്ടാണ് നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ നല്ല മനസാക്ഷിയുള്ളവരല്ലേ? നിങ്ങളൊക്കെ മാതൃകയാണോ? ഈ കുഞ്ഞ് നാളത്തെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ എന്തിന് പോലീസ് IG യോ വക്കീലോ ഡോക്ടറോ ഒക്കെ ആവാനുള്ള കുഞ്ഞല്ലേ നാളത്തെ തലമുറയുള്ള കുഞ്ഞുങ്ങൾ. ഇതൊക്കെ ഒരു മനുഷ്യത്വം വേണ്ടേ? നിങ്ങളൊക്കെ മനുഷ്യത്വമായ രീതിയിൽ ചെയ്യുന്നേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കൂടെയുള്ള ഒരു സ്നേഹം കാണിച്ച് ആ അമ്മയ്ക്ക് ഒരു മനസ്സമാനം ഈ വാക്കുകൊണ്ട് കിട്ടുമെങ്കിൽ അതിന് സർവീസിനോട് അംഗീകരിക്കട്ടെ കേട്ടോ. പിശാചികളാവരുത്. അമ്മമാരായി ഇനിയെങ്കിലും ഇങ്ങനെ വരുമ്പോൾ അവരെ സഹായിക്കുക. താങ്ക് യു.